ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വരുൺ രാധികയെ സ്നേഹിക്കുന്നത് കണ്ട് ബുദ്ധിമുട്ട് എന്തെങ്കിലും കൽപ്പനയ്ക്ക് തോന്നുന്നുണ്ടെങ്കിലേ വരുൺ രാധികയെ സ്നേഹിക്കുന്നത് പോലെ കൽപ്പന സൂര്യ അങ്ങ് സ്നേഹിച്ചാ മതി. മോളെ കൽപ്പനേ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാ. മുംബൈക്ക് പോകാനായിരുന്നു തീരുമാനം അല്ലേ? ഇനിയെങ്കിലും ബുദ്ധിപൂർവം കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കും. കോടതിയിൽ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പ് സാക്ഷിയായാൽ ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കാൻ എനിക്ക് സാധിക്കും. അതല്ല, കോടതിയിൽ വെച്ച് മൊഴി മാറ്റാനാ തീരുമാനമെങ്കിൽ ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കാനുള്ള കുരുക്ക് ഞാൻ ഉണ്ടാക്കിത്തരും. എന്താ വേണ്ടേ? ഞങ്ങൾ കോടതിയിലെല്ലാം പറഞ്ഞോളാം മേഡം. മേഡം ഞങ്ങളെ സഹായിച്ചാൽ മതി. സച്ചിൻ, ACP അർജുനെ വിളിക്കണം. ഇവരെ അദ്ദേഹത്തിന് കൈമാറണം. യെസ് മാഡം. പ്രിയങ്കയുടെ കൊലപാതക കേസ് ഏകദേശം ഇവിടെ പൂർത്തിയാവുകയാണ്. അമ്മേ, അമ്മേ, ഞങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് വരാം. ഏതമ്പലത്തിലാ മോളെ? കൃഷ്ണക്ഷേത്രമില്ലേ അവിടെ. നിങ്ങളുടെ രണ്ടുപേരുടെയും പേർക്ക് ഞാനൊരു വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു. അതങ്ങ് ചെയ്തേക്കോ? ചെയ്യാമേ. ഞാൻ പൂജാമുറിയിൽ പൈസ ഒഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുത്തോണ്ട് വരാം. ക്ഷേത്രത്തിൽ പോവാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി വരില്ലായിരുന്നു. എന്നിട്ടെന്തേ എന്നോട് പറഞ്ഞില്ല? അയ്യോ മുത്തശ്ശി, ഞാൻ അങ്ങനൊന്നുമില്ല. ഞാൻ വിചാരിച്ചു മുത്തശ്ശി വരില്ലെന്ന്. ഒരു കാര്യം ചെയ്യും മുത്തശ്ശി, വേഗം പോയി റെഡിയാവും. നമുക്ക് ഒരുമിച്ച് പോവാം. വേണ്ട വേണ്ട, നീ നിന്റെ ഭാര്യയും കൂട്ടി പോവാൻ തീരുമാനിച്ചതല്ലേ. ഞാൻ ഇനി അതിന്റെ ഇടയ്ക്ക് ഒരു ശല്യം ആവുന്നില്ല. അത് പറ്റില്ല. മുത്തശ്ശി പെട്ടെന്ന് റെഡിയായേ, നമ്മൾ ഒന്നിച്ചേ പോകുന്നുള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞതാ മോളെ. നിങ്ങൾ രണ്ടുപേരും കൂടി പോകുന്നതാ മുത്തശ്ശിക്ക് സന്തോഷം. മോളെ, ഒരു സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. മോളുടെ പേരെഴുതി ഒരു ദീർഘ സുമംഗലി പൂജയും. കേട്ടല്ലോ? ശരിയമ്മേ. എങ്ങോട്ടാ രണ്ടുപേരും കൂടി? അവരൊന്ന് ക്ഷേത്രത്തിൽ പോവാ. എന്താ കൽപ്പന, രണ്ടുപേരും കൂടി അവരുടെ കൂടെ പോവുകയാണോ? പോകുന്നെങ്കിൽ അവര് കാറിലാണോ ബൈക്കിലാണോ പോകുന്നോന്ന് ചോദിച്ചിട്ട് പോയാ പോരെ. വെറുതെ നാണം കെടാൻ നിക്കണ്ട. അപ്പൊ ശരി മുത്തശ്ശി, ഞങ്ങൾ ഇറങ്ങുവാ. പ്രിയങ്ക വരുണിന്റെ ഭാര്യയായിട്ട് വന്നപ്പോ അവളുടെ പേരിൽ വഴിപാട് കഴിക്കാനും ആരും ഉണ്ടായിരുന്നില്ല. അവളെ ഒന്ന് ക്ഷേത്രത്തിൽ കൊണ്ടുപോകാനും ആരും ഉണ്ടായിരുന്നില്ല. എന്തിനാ ക്ഷേത്രത്തിന്റെ കാര്യം പറയുന്നേ? ഏതെങ്കിലും രീതിയിൽ ഒരു പരിഗണന എപ്പോഴെങ്കിലും അവൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഒരു ഭാര്യ എന്ന നിലയ്ക്കോ ഒരു മകളെന്ന നിലയ്ക്കോ അവള് ആരെങ്കിലും ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭാര്യ എന്ന നിലയ്ക്ക് എന്തൊക്കെയാ അവള് ചെയ്തിരുന്നേ? മരിച്ചുപോയ ഒരാളെ കുറ്റം പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാത്തത്. പക്ഷെ കണിമംഗലത്ത് നടന്ന കാര്യങ്ങൾ പെട്ടെന്നൊന്നും രണ്ടുപേരും മറന്നുകളയല്ലേ. വരുൺ രാധികയെ സ്നേഹിക്കുന്നത് കണ്ട് ബുദ്ധിമുട്ട് എന്തെങ്കിലും കൽപ്പനയ്ക്ക് തോന്നുന്നുണ്ടെങ്കിലേ വരുൺ രാധികയെ സ്നേഹിക്കുന്നത് പോലെ കൽപ്പന സൂര്യ അങ്ങ് സ്നേഹിച്ചാ മതി. മോളെ കൽപ്പനേ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാ. നീ മനസ്സുവെച്ച നിന്റെ ജീവിതവും നിനക്ക് സന്തോഷകരമാക്കാം. പത്മിനി, നീ ഒന്ന് പൂജാമുറിയിലേക്ക് വാ. ചെറിയമ്മേ, നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. ഇനിയിപ്പോ രാവിലെയും വൈകുന്നേരവും
ഇവിടെ രാധികാ പുരാണം തന്നെയായിരിക്കും മുത്തശ്ശിയുടെ അമ്മയുടെ നാവിന്ന്. കൽപ്പനെ, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. എന്ത് വേണമെന്ന് നീ പ്ലാൻ ചെയ്തോ. ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കാം. നമുക്കത് കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ചെയ്യാം. അവളെപ്പോലെ യോഗ്യതയില്ലാത്ത ഒരുത്തി കണിമംഗലത്ത് കിടന്ന് മേയുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. മാറട്ടെ ചെറിയമ്മേ, നമുക്കും അവസരം കിട്ടും. അപ്പ കാണിച്ചു കൊടുക്കാം. ഭഗവാനെ, എന്റെ മോക്ക് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നീ സാധിച്ചു കൊടുത്തു. ഇത്രയും കാലം അവൾ ഒരുപാട് വേദനിച്ചു. അവളെക്കുറിച്ച് ഞാനും. ഇനിയുള്ള ജീവിതത്തില് അവൾക്ക് സന്തോഷം മാത്രം നീക്കി വെക്കണേ. ഒരല്ലലും അലട്ടലും ഇല്ലാതെ അവളുടെ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകണം. എഴുതി വരുണിന്റെ രാധികയുടെയും പേരില് ഞാൻ പറഞ്ഞ വഴിപാടുകളൊക്കെ കഴിപ്പിക്കണം. എഴുതി ഒന്ന് പോയി രസീത് എഴുതിയിട്ട് വരുമോ? വഴിപാട് നടത്തി പുറത്തിറങ്ങുമ്പോഴേ ക്ഷേത്ര കമ്മിറ്റിക്കാരെ കൂടി ഒന്ന് കാണണേ. അതെന്തിനാ? അല്ല, ഇവിടെ ഉത്സവം അടുത്ത് നടക്കല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവ ദിവസത്തെ ചടങ്ങുകള് ഞാൻ വഹിച്ചോളാന്ന് പറയാൻ വേണ്ടിട്ടാ. ശ്യാമേ, എഴുതി എന്റെ മോൾ ആഗ്രഹിച്ച കാര്യം നേടിയതിനാ. എഴുതി പോയിട്ടോ. ശരി. രാധിക തിരുവാതിര.